വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് വേടൻ്റെ ഗാനം എന്നാണ്. വേടൻ്റെ ഈ എഴുതിയ വരികളോ അതിലെ സാഹിത്യമോ അല്ല. വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ നടക്കണം എന്ന് പറഞ്ഞാൽ വേടൻ്റെ ഭൂമി വാഴുന്നൊരിടം എന്ന് പറയുന്ന പാട്ടുമാറ്റി മറ്റേതെങ്കിലും വേടൻ്റെ പാട്ട് വയ്ക്കാനല്ല പറയുന്നത്, വേടനെ മാറ്റണമെന്നാണ് പറയുന്നത്. സുജയ, അതാണ് പ്രശ്നം. വേടനെ മാറ്റി പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എം ബഷീറിന് തെറ്റിയ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും കൗതുകകരമായൊരു കാര്യം ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ കാണുന്നൊരു ഭാഗമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എം ബഷീറിനെ പോലെയുള്ള ഒരു അധ്യാപകനൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇഴയടുപ്പത്തോടെ കാവ്യാത്മകമായ സങ്കല്പനങ്ങൾ സൃഷ്ടിക്കുവാനോ അവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല. ആ വരികൾ മുഴുവൻ ഇഴയടുപ്പത്തോടെ പാകി വെച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധങ്ങളുടെ ഐലൻ കുർദിയെക്കുറിച്ചുള്ള കരച്ചിലു പോലെ, സിറിയയിലുള്ള വേദന പോലെ, കൊറിയയിലുള്ള രാഷ്ട്രീയ അസംതൃപ്തി പോലെ, കോങ്കോയിലുള്ള ഖനികളിൽ വീഴുന്ന മനുഷ്യരെ പോലെ, ആമസോൺ മഴക്കാടുകൾക്ക് സംഭവിക്കുന്ന ദൈന്യത പോലെ ഈ ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിരോധത്തിൻ്റെ മാലയാണത്. ആ മാലയ്ക്ക് എങ്ങനെ ഇഴയെടുപ്പമില്ല എന്ന് പറയുക? ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിൽ പോലും കാണാൻ കഴിയാത്തതിലും അധികം വരികളുടെ കൃത്യമായ ഇഴയെടുപ്പം നമുക്കിതിൽ കാണാൻ സാധിക്കും.